السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بفضل الله أما بعد. ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരുപാട് കാലമായി നമ്മുടെ ക്ലാസ് ഇതിനു മുമ്പ് എടുത്തിട്ട് എന്ന് തോന്നുന്നു. ടൈം ടേബിൾ മാറിയത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രവാചകന്മാരെ കുറിച്ചും പ്രവാചകന്മാരുടെ നബിമാരിൽ ഉണ്ടാകുന്ന ജായിസായ സിഫത്തുകൾ, പിന്നെ അവരെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടതിൻ്റെ മുജ്മലായ രൂപം എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. മറ്റുള്ള നബിമാരിൽ നിന്ന് നമ്മുടെ നബി മുഹമ്മദ് നബി തങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് നബി തങ്ങൾ അവസാനത്തെ പ്രവാചകരായത്, അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാം എന്തുകൊണ്ട് അവസാനത്തെ പ്രവാചകരാകുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത്. 3 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ഇത് നോക്കാം. 55 സുആൽ കം സിഫത്തിൻ ഇംതാസ ബിഹാ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സായിരിൽ അംബിയായി. جواب امتاز نبينا صلى الله عليه وسلم من سائر الأنبياء ب3 صفات. الأولى أنه أفضل الأنبياء، الثانية أنه أرسل إلى الناس كافة، الثالثة أنه خاتم الأنبياء فلا يأتي بعده نبي. കം സിഫത്തിന് എത്ര വിശേഷണങ്ങളാണ് ഇംതാസ് ബിഹ ആ വിശേഷണങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെട്ടു നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർതിരിഞ്ഞു. ഇംതാസ് എന്നാൽ വേർതിരിയുക, വ്യത്യാസപ്പെടുക. അൻസായിരിൽ അംബിയ ഈ മറ്റുള്ള പ്രവാചകന്മാരെ തൊട്ട്. കംസിഫത്തിന് എത്ര വിശേഷണങ്ങളാണ് ഇംതാസ് ബിഹ അതുകൊണ്ട് വേർതിരിഞ്ഞ് വ്യത്യാസപ്പെട്ടു നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകരായ നബി തങ്ങൾ അൻസായിരിൽ അംബിയ ഈ മറ്റുള്ള പ്രവാചകന്മാരെ തൊട്ട്. ജവാബ് ഇംതാസ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സായിരിൽ അംബിയാ ബിസലാസി സിഫാത്തിൻ. الأولى أنه أفضل الأنبياء، الثانية أنه أرسل الناس كافة، الثالثة أنه خاتم الأنبياء فلا يأتي بعده نبي. 3 കാര്യങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, നബി തങ്ങൾ ഏറ്റവും അമ്പിയാക്കളിൽ ഏറ്റവും അഫ്ളലായ ആളാണ്. രണ്ടാമത്തേത് ജനങ്ങളിലേക്ക് മുഴുവനായിട്ടും മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമല്ല എല്ലാവരിലേക്കും, ജനങ്ങൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ബുദ്ധന്മാരോ വിശ്വാസമില്ലാത്തവരോ ആരൊക്കെ ആവട്ടെ എല്ലാവരിലേക്കും അയക്കപ്പെട്ട പ്രവാചകരാണ് നബി തങ്ങൾ. ഏതെങ്കിലും രാഷ്ട്രത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഖണ്ഡത്തിലേക്കോ ഏതെങ്കിലും ഗോത്രത്തിലേക്കോ അങ്ങനെ അയക്കപ്പെട്ടതല്ല, മുഴുവൻ ആളുകളിലേക്കും അയക്കപ്പെട്ടവരാണ്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രവാചക ശൃംഖലയിലെ ഏറ്റവും അവസാനത്തേത്. ഇനി നബി തങ്ങളുടെ ശേഷം ഒരു പ്രവാചകനും വരികയില്ല. അതാണ് ഇംതാസ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർതിരിഞ്ഞു അൻസായിരിൽ അംബിയായി മറ്റുള്ള പ്രവാചകരെ തൊട്ട് ബിസലാസി സിഫാത്തി 3 വിശേഷണങ്ങളെ കൊണ്ട്. അലൂല ഒന്നാമത്തേത് അൻഹു അഫ്ളലുൽ അംബിയായി നബി തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനാണ്, അംബിയാക്കൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. അസാനിയത്ത് രണ്ടാമത്തെ സിഫത്ത് അന്നഹു തീർച്ചയായിട്ടും ആ പ്രവാചകൻ ഉർസില അയക്കപ്പെട്ടിരിക്കുന്നു ഇലന്നാസി ജനങ്ങളിലേക്ക് കാഫത്തൻ മുഴുവനായിട്ടും. അസാലിസത്തു മൂന്നാമത്തേത് അന്നഹു ഖാതിമുൽ അംബിയായി ആ നബി തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്. ഫലായത്തി അപ്പോൾ വരികയില്ല ബഅദഹു ആ നബിക്ക് ശേഷം നബിയുൻ വേറൊരു പ്രവാചകരും. നബി തങ്ങൾ അവസാനത്തെ പ്രവാചകനാണ്, നബിക്ക് ശേഷം വേറെ പ്രവാചകൻ വരികയില്ല. അപ്പൊ മനസ്സിലായില്ലേ? ഇനി 56-ാമത്തെ ചോദ്യം. ലിമക്കാന നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൽ അംബിയായി. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു, 3-ാമത്തെ സിഫത്തായിട്ട് പറഞ്ഞത് എന്തായിരുന്നു? നബി തങ്ങൾ ഖാതിമുൽ അംബിയ ആണ് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനായത്? പിന്നെ വേറെ മുകളിൽ പറഞ്ഞ കാര്യവുമായിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നബി തങ്ങൾക്ക് ശേഷം വേറെ പ്രവാചകമില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഫുട് നോട്ട് കാണാം. അതായത് താഴെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 സിഫത്തുകൾ എന്നതുകൊണ്ട് അത് മാത്രമേ നബി തങ്ങളുടെ വിശേഷണങ്ങൾ പ്രത്യേകമായ വിശേഷണങ്ങളുള്ളൂ എന്നില്ല. വേറെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. 6 വിശേഷണങ്ങൾ നബി തങ്ങൾക്ക് 6 പ്രത്യേകമായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾക്ക് ജവാമിൽ കലിമ് സംഗ്രഹിച്ച പദങ്ങൾ പറയാനുള്ള, ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ അർത്ഥങ്ങൾ പറയുന്ന അങ്ങനെയുള്ള ജവാമിൽ കലിമ് നൽകപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നുസ്രത്തു ബിർ റുഅബി ഭയത്തിന്റെ സമയത്ത് സഹായിക്കപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ ഗനീമത്തുകൾ ഹലാലാക്കപ്പെട്ടു, ഭൂമി മുഴുവൻ പള്ളി ശുദ്ധിയുള്ളതുമാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉർസൽ ഖൽഖ് കാഫ, അതുപോലെ ഖാത്തിമുൻ നബിയാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ വേറെയും ഉണ്ട്. അതിനെക്കുറിച്ച് സയ്യൂദ് ഇമാമിന്റെ നിബിധങ്ങൾ പ്രത്യേകതകൾ മാത്രം വെച്ചുകൊണ്ട് ഗ്രന്ഥമൊക്കെ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തത് എന്തുകൊണ്ടാണ് നബിതങ്ങൾ അവസാനത്തെ പ്രവാചകനായി എന്നുള്ളതാണ്. ജവാബ്: ഇന്നമാ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൽ അംബിയാഇ ലഅന്ന ഹിക്മത ഇർസാലിൽ അംബിയാഇ ദഅവത്തുൽ ഖൽഖി ഇലാ ഇബാദത്തിൽ ഹഖ് വഇർഷാദുഹും ഇലാ തുരീഖിസ് സദാദി ഫി ഉമൂരിൽ മആശി വൽ മആദി വഇഅലാമുഹും بالأمور الغائبة عن أبصارهم والأحوال التي لا يصلون إليها بأفكارهم وتقرير الأدلة القاطعة وإزالة الشبه الباطلة. ലിമക്കാൻ എന്തുകൊണ്ടാണ് ആയത് ഖാത്തിമുൽ അംബിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരിലെ അവസാനത്തെ ആളായത്? ജവാബ്: ഇന്നമാക്കാൻ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും നമ്മുടെ പ്രവാചകനായി ഖാത്തിമുൽ അംബിയായി അംബിയാക്കൾ വെച്ച് ഏറ്റവും അവസാനത്തവരായി എന്ന ഹിക്മത്ത് ഇർസാലിൽ അംബിയായി കാരണം പ്രവാചകന്മാരയക്കുന്നതിന്റെ യുക്തി ഹിക്മത്ത് ഇർസാലിൽ അംബിയായി പ്രവാചകന്മാരയക്കുന്നതിന്റെ യുക്തി എന്താകുന്നു? ദഅവത്തുൽ ഖൽഖി സൃഷ്ടികളെ പ്രബോധനം ചെയ്യലാണ്, ഇലാ ഇബാദത്തിൽ സൃഷ്ടികളെ ക്ഷണിക്കലാണ് ഏതിലേക്ക്? ഇലാ ഇബാദത്തിൽ ഹഖ് ഹക്കായ ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കലാകുന്നു. അതുപോലെ ഇർഷാദും അവരെ സന്മാർഗം കാണിക്കലാണ് ഇർഷാദും അവരെ സന്മാർഗം കാണിക്കലാണ് ഇലാ ത്വരീഖി സദാദി നേരിന്റെ വഴിയിലേക്ക്. സദാ എന്ന് പറഞ്ഞാൽ നേര്, ശരി, നേരായത്, ശരിയായത്. ഇർഷാദും അവരെ മാർഗം കാണിക്കലാണ് ഇലാ ത്വരീഖി സദാദി ശരിയായതിന്റെ നേരിന്റെ വഴിയിലേക്ക്. ഫി ഉമൂരിൽ മആശി വൽ മആദി ഫി ഉമൂരിൽ മആശി ജീവിതത്തിന്റെ കാര്യത്തിൽ, അതായത് ദുന്യാവിന്റെ കാര്യത്തിലും, വൽ മആദി മടക്കത്തിന്റെ കാര്യത്തിലും, ആഖിറത്തിന്റെ കാര്യത്തിലും. മാഷ് തന്നെ ഇവിടെ ദുന്യാവിലുള്ള ജീവിതം, എന്ന് ആഖിറത്തിലേക്കുള്ള മടക്കം, അതിന്റെ കാര്യങ്ങളെല്ലാം ശരിയായ വഴി കാണിച്ചു കൊടുക്കലുമാണ്. പിന്നെ എന്തുമാകുന്നു അതിന്റെ ഹിക്മത്ത്? ഇഅലാമുഹും ആ സൃഷ്ടികൾ അറിയിക്കലാണ് ബിൽ ഉമൂരിൽ ഗായിബത്തി അൻ അബ്സാരിഹിം ബിൽ ഉമൂരിൽ ഗായിബത്തി മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട്, അൻ അബ്സാരിഹിം അവരുടെ കണ്ണുകളെ തൊട്ട് മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് അവരറിയിക്കലുമാകുന്നു. അതുപോലെ പിന്നെന്തും അറിയിക്കുക? വലഹ്വാലില്ലത്തി വലഹ്വാലി അവസ്ഥകളെ കൊണ്ടും അറിയിക്കലാണ്. അല്ലത്തി ഇങ്ങനത്തെ അവസ്ഥകളാണ്. ലാ യസ്ലുന ഇലൈഹ അവർ അതിലേക്ക് എത്തിച്ചേരുകയില്ല. ബി അഫ്കാരിം അവരുടെ ചിന്തകൾ കൊണ്ട്, അവരുടെ ചിന്തകൾ കൊണ്ട് അവരെത്തിച്ചേരാത്ത അവസ്ഥകളെ കൊണ്ട് അവരെ അറിയിക്കലുമാണ്. അതുപോലെ തഖരീറുൽ അദില്ലത്തിൽ ഖാത്തിഅത്തി അദില്ലത്തുൽ ഖാത്തി എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള തെളിവുകൾ, അദില്ലത്തുൽ ഖാത്തിയ ഉറപ്പായ തെളിവുകൾ. തഖരീറു സ്ഥിരപ്പെടുത്തലാണ് അദില്ലത്തിൽ ഖാത്തിഅത്തി ഉറപ്പായ തെളിവുകളെ അംഗീകരിപ്പിക്കലും അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തലുമാകുന്നു. അതുപോലെ വൈസാലത്തു ശുബഹിൽ ബാത്തിലത്തി ബാത്തിലായ നിരർത്ഥകമായ സംശയങ്ങളെ നീക്കം ചെയ്യലുമാണ്. വൈസാലത്ത് നീക്കം ചെയ്യലാണ്. ശുബഹിൽ ബാത്തിലത്തി നിരർത്ഥകമായ അല്ലെങ്കിൽ ബാത്തിലായ സംശയങ്ങളെ നീക്കം ചെയ്യലുമാണ്. വൈസാലത്തു ശുബഹി സംശയങ്ങളെ നീക്കം ചെയ്യലുമാണ്. അൽ ബാത്തിലത്തി ബാത്തിലായ നിരർത്ഥകമായ. അപ്പൊ വലഹവാലി അവസ്ഥകളെ കൊണ്ട് അറിയിക്കലാണ്. അല്ലത്തി അങ്ങനത്തെ അവസ്ഥകൾ അലായസ്ലൂന ഇലേഹ ആ സൃഷ്ടികൾ അതിലേക്ക് എത്തിച്ചേരുകയില്ല. ബി അഫ്കാരിഹിം അവരുടെ ചിന്തകൾ കൊണ്ട്. അതുപോലെ തഖരീറുൽ അദില്ലത്തിൽ ഖാത്തിഅത്തി വഇസാലത്തു ശുബഹിൽ ബാത്തിലത്തി തഖരീറുൽ അദില്ലത്തിൽ ഖാത്തി ഉറപ്പായ തെളിവുകൾ സ്ഥിരപ്പെടുത്തലാണ്, അംഗീകരിപ്പിക്കലാണ്. വഇസാലത്തു ശുബഹിൽ ബാത്തിലത്തി ബാത്തിലായ സംശയങ്ങളെ നീക്കം ചെയ്യലുമാണ് അവരുടെ ഇങ്ങനെ പ്രവാചകന്മാരയക്കുന്നതിന്റെ ഹിക്മത്ത്. അപ്പോൾ പ്രവാചകന്മാരെ ഇങ്ങനെ അയക്കുന്നതിന്റെ ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇനി വഖദ് തകഫലത് ശരീഅത്തുൽ ഖറാഉ ബിബയാനി ജമീഇ ഹാദിഹിൽ അശ്യാഇ അലാ വജ്ഹിൻ ലാ യുതസവ്വറു അബ്ലഗു മിൻഹു ഫിൽ കമാലി ബിഹൈസു തുവാഫിഖു ജമീഅൽ ഉമമി ഫി ജമീഇൽ അസ്മിനതി വൽ അംകിനതി വൽ അഹ്വാലി ഫലാ ഹാജത ലിൽ ഖൽഖി ഇലാ നബിയ്യിൻ ബഅദഹു ലഅന്നൽ കമാല ഖദ് ബലഗ ഹദ്ദഹു ومن هذا يظهر سر إرساله لجميع الخلق وقوله أكملهم في الخلق والخلق. തകഫലത്ത് ശരീഅത്തുൽ ഖറാ ആ പ്രവാചകന്റെ തകഫലത്ത് ജാമ്യം നിന്നിരിക്കുന്നു. ജാമ്യം നിൽക്കുക, തകഫലന ജാമ്യം നിൽക്കുക. ശരീഅത്തുൽ ഖറാ ഖറാ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന, ഖറാ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന. അപ്പോൾ നബിയുടെ പ്രകാശിക്കുന്ന ശരീഅത്ത് ജാമ്യം നിന്നിരിക്കുന്നു. തകഫലന ജാമ്യം നിൽക്കുക എന്ന് പറഞ്ഞാല് നബിയുടെ ശരീഅത്ത്
ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരർത്ഥം. എന്തിനെ ജാമ്യം നിൽക്കുന്നതിൽ ഏറ്റെടുത്തിരിക്കുന്നു? ബി ബയാനി ജമീഹാദിൽ അഷിയായി, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കൽ കൊണ്ട്. മേലെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കൽ കൊണ്ട്. അലാ വജഹിൻ, ഒരു രൂപത്തിൽ, ലാ യുതസവ്വറു, ചിത്രീകരിക്കപ്പെടുകയില്ല, അബ്ലഗു മിൻഹു, അതിനേക്കാൾ മികച്ച ഒന്ന്, ഫിൽ കമാലി, പരിപൂർണതയിൽ അതിനേക്കാൾ മികച്ച ഒന്ന് തസവ്വുറാക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുകയില്ല. ലാ യുതസവ്വറു, മനസ്സിലാക്കപ്പെടുകയില്ല, അബ്ലഗു മിൻഹു, ആ രൂപത്തിനേക്കാൾ, മിൻഹു എന്നാൽ അവജഹിനേക്കാൾ, ആ രൂപത്തിനേക്കാൾ മികച്ച ഒന്ന് മനസ്സിലാക്കപ്പെടുകയില്ല, ഫിൽ കമാലി, പരിപൂർണതയിൽ. ബഹൈസു, എങ്ങനത്തെ അപ്പോൾ നിബിധങ്ങൾ ഈ ഒരു ശരീഅത്തിനെ വിശദീകരിക്കുന്നതിന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. അത് ആ ഏറ്റെടുത്ത വിശദീകരണം മറ്റുള്ളതിനേക്കാൾ പരിപൂർണതയിൽ ഏറ്റവും മികച്ചതാണ്. ബഹൈസു, എങ്ങനത്തെ രൂപത്തിലാണ് ഇത് അബലഗായത്, തുവാഫിഖു, ആ ശരീഅത്ത് യോജിക്കുന്നു, ജമീഅൽ ഉമമി, എല്ലാ സമൂഹങ്ങളോടും, ഫി ജമീൽ അസ്മിനത്തി വൽ അംകിനത്തി വൽ അഹ്വാലി, ഫി ജമീൽ അസ്മിനത്തി, എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള, വൽ അംകിനത്തി, എല്ലാ സ്ഥലങ്ങളിലുമുള്ള, വൽ അഹ്വാലി, എല്ലാ അവസ്ഥകളിലുമുള്ള. അപ്പം എല്ലാ സമൂഹങ്ങളോടും, അവരുടെ സമയത്തോടും, അവരുടെ കാലത്തോടും, അവരുടെ സ്ഥലങ്ങളോടും അവസ്ഥകളോടും എല്ലാം യോജിക്കുന്ന. ഫലാ ഹാജത്ത ലിൽ ഖൽഖി, അപ്പോൾ സൃഷ്ടികൾക്ക് ആവശ്യമില്ല, ഇലാ നബിയും ബഅദഹു, ആ നബി പ്രവാചകന് ശേഷം വേറൊരു നബിയിലേക്ക് ആവശ്യമില്ല. ഫലാ ഹാജത്ത ലിൽ ഖൽഖി, അപ്പോൾ സൃഷ്ടികൾക്ക് ആവശ്യമില്ല, ഇലാ നബിயின், ഒരു പ്രവാചകനിലേക്ക്, ബഅദഹു, ആ മുഹമ്മദ് നബിക്ക് ശേഷം. എന്താണ് ആവശ്യമില്ലാത്ത? അന്നൽ കമാല, കാരണം പരിപൂർണത, ഖദ് ബലഗ ഹദ്ദഹു, അതിന്റെ പരിധിയിൽ എത്തിയിരിക്കുന്നില്ല. അന്നൽ കമാല, കാരണം പരിപൂർണത, ഖദ് ബലഗ, അതെത്തിയിരിക്കുന്നു, ഹദ്ദഹു, അതിന്റെ പരിധിയെ. അമിൻ ഹാദ, ഇതിൽ നിന്ന് യൽഹറു, വ്യക്തമാകും, സിർറു ഇർസാലിഹി, ആ പ്രവാചകനെ അയക്കുന്നതിന്റെ രഹസ്യം, ലി ജമീൽ ഖൽഖി, എല്ലാ സൃഷ്ടികൾക്കും, ലി ജമീൽ ഖൽഖി, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി ആ പ്രവാചകനെ അയച്ചതിന്റെ രഹസ്യം വ്യക്തമാകുന്നു. വകൗനുഹു എന്നല്ല, വകൗനിഹി, സിർറു ഇർസാലിഹി, അതുപോലെ സിർറു കൗനിഹി അക്മലഹും ഫിൽ ഖൽഖി വൽ ഖുലുഖി, വകൗനിഹി അക്മലഹും, ആ പ്രവാചകൻ ആ സൃഷ്ടികൾ വെച്ച് ഏറ്റവും പരിപൂർണനായതിന്റെ രഹസ്യം വ്യക്തമാകുന്നു. ഫിൽ ഖൽഖി, സൃഷ്ടികളെ വെച്ച് ഏറ്റവും പരിപൂർണനും, വൽ ഖുലുഖി, സ്വഭാവത്തിൽ വെച്ച് ഏറ്റവും പരിപൂർണനുമായ ആള് ആയതിന്റെ രഹസ്യം വ്യക്തമാകുന്നു. മിൻഹാദായതിൽ നിന്ന് യൽഹറു, വ്യക്തമാകുന്നു, സിർറു ഇർസാലിഹി, ആ പ്രവാചകൻ അയച്ചതിന്റെ രഹസ്യം, ഈ ജമീൽ ഖൽഖി, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി അയച്ചതിന്റെ രഹസ്യം വ്യക്തമാകുന്നു. കൗനിഹി, ആ പ്രവാചകൻ ആയതിന്റെ രഹസ്യം വ്യക്തമാകുന്നു. എന്തായി? അക്മലഹും, ആ സൃഷ്ടികൾ വെച്ച് ഏറ്റവും പരിപൂർണനായി, ഫിൽ ഖൽഖി, സൃഷ്ടിപ്പിലും, വൽ ഖുലുഖി, സ്വഭാവത്തിലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ച ശരീഅത്ത് എല്ലാ ശരീഅത്തിനേക്കാളും മികച്ചതാണ്, പരിപൂർണതയിൽ ഏറ്റവും മികച്ചതാണ്. എന്താണ് കാരണം? കാരണം എല്ലാ സമയങ്ങളോടും, എല്ലാ സ്ഥലങ്ങളോടും, എല്ലാ അവസ്ഥകളോടും യോജിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ശരീഅത്ത് അവതരിപ്പിച്ച നബിക്ക് ശേഷം വേറൊരു നബി ആവശ്യമില്ല, അത് പരിപൂർണതയുടെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു. അത് ആ ഒരു സംഭവം വ്യക്തമായാൽ തന്നെ നബി തങ്ങളെ എന്തുകൊണ്ടാണ് എല്ലാ ജനതക്കും വേണ്ടി അയച്ചത്, അതുപോലെ ഏറ്റവും പരിപൂർണനായ രൂപത്തിൽ നബി ആയതും എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ നബി അവസാനത്തെ പ്രവാചകനാന്ന് പറയുന്നത്? പക്ഷേ നബി ഈ അവസാന നാളിലേക്ക്, നാളിൽ ആര് വരും? ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും, ആകാശത്ത് ഇറങ്ങി വരും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ദമസ്കസിലെ ഒരു പള്ളിയുടെ വെള്ള പള്ളി മിനാരത്തിൽ അവിടെ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരും എന്നൊക്കെയാണ് ഹദീസുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തിമുൽ അംബിയ, നബി തങ്ങൾ മരിച്ച് വഫാത്തായി പോയതിനു ശേഷം വീണ്ടും ഈസാ നബി വരികയല്ലേ? അപ്പോൾ അതാണ് സംശയം. കൈഫ യുഖാലു ഇന്ന നബിയനാ ഖാത്തിമുൽ അംബിയ മഅ അന്ന ഈസ അലൈഹിസ്സലാം യുൻസലു ഫി ആഖിരി സമാൻ. കൈഫ യുഖാലു, എങ്ങനെയാണ് പറയപ്പെടുക? ഇന്ന നബിയനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നമ്മുടെ നബിയായ മുഹമ്മദ് നബി ഖാത്തിമുൽ അംബിയ, അംബിയാക്കൾ അവസാനത്തവരാണ് എന്നെങ്ങനെ പറയപ്പെടും? മഅ അന്ന ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാം അവലോട് കൂടെ, യുൻസലു ഫി ആഖിരി സമാനി, അവസാന കാലഘട്ടത്തിൽ ഇറക്കപ്പെടും. ഫിഖാൽ, എങ്ങനെയാണ് പറയപ്പെടുക? ഇന്ന നബിയനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകനായ നബി ഖാത്തിമുൽ അംബിയ, അംബിയാക്കൾ അവസാനത്തവരാണ്. മഅ അന്ന ഈസ അലൈഹി സ്വലാം, ഈസാ അലൈഹി സ്വലാം അവലോട് കൂടെ, യുൻസലു ഫി ആഖിരി സമാനി, അവസാന കാലത്ത്, അവസാന സമയത്തിൽ ഇറക്കപ്പെടും. അതോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നബി അവസാനത്തെ പ്രവാചകരാവുന്നത്? ജവാബ്, ഇന്ന ഈസ അലൈഹി സ്വലാം യുൻസലു ഫി ആഖിരി സമാനി
ശരീഅത്ത് നബീന അലൈഹിസ്സലാം നമ്മുടെ നബിയായ മുഹമ്മദ് നബിയുടെ ശരീഅത്ത് കൊണ്ട് വിധിക്കുകയും ചെയ്യും. ദൂന ശരീഅത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് കൂടാതെ ഈസാ നബിയുടെ ശരീഅത്ത് അനുസരിച്ചല്ല ഇവിടെ ഭരണം നടത്തുക, നമ്മുടെ നബിയുടെ ശരീഅത്ത് അനുസരിച്ചാണ്. لأن شريعته لأنه കാരണം ശരീഅത്തുഹു ഹുവ ആ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് ഖദ് നുസിഖത് അത് നസ്ഖ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നുസിഖാന മായ്ക്കപ്പെടുക എന്നർത്ഥം. മുലയിൽ വക്തി സമയം കഴിഞ്ഞതിനാൽ ഖദ് നുസിഖത് ആ ശരീഅത്ത് മായ്ക്കപ്പെട്ടിരിക്കുന്നു. മുലയിൽ വക്തി കാലം കഴിഞ്ഞതിനാൽ, അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ 500 വർഷം മുമ്പാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നത്. അപ്പോ ഇപ്പോൾ തന്നെ 1442 ഈ വർഷം. 50-ാം വയസ്സിലാണ് നബിയുടെ ഹിജ്റ. അപ്പോൾ 53-ാം വയസ്സിൽ ഹിജ്റ വെച്ച് നോക്കുമ്പോൾ 1442 പ്ലസ് 53 കൂട്ടിയാൽ ഒരുപാട് വർഷങ്ങളായി അല്ലേ, 1500 അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോ പിന്നെ അതിന്റെ 500 വർഷം മുമ്പാണ് ആര് ജീവിച്ചിട്ടുള്ളത്? ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞതിനാൽ ശരീഅത്ത് എന്തായിട്ടുണ്ട്? മായ്ക്കപ്പെട്ടിട്ടുണ്ട്. അല്ലത് എങ്ങനത്തെ സമയം? കാനൽ അമലു ബിഹ ആ ശരീഅത്ത് കൊണ്ട് പ്രവർത്തിക്കലായിരുന്നു മുവാഫിഖൻ യോജിച്ചത് മുഖ്തദൽ ഹിക്മത്തി ഹിക്മത്തിന്റെ തേട്ടത്തിന്, യുക്തിയുടെ തേട്ടത്തിനനുസരിച്ച് യോജിച്ചത് ആ ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിക്കലായിരുന്നു. മുഖ്തദ എന്ന തേട്ടം, ഹിക്മത്താണ് യുക്തി. ഫയക്കൂൻ അപ്പോൾ ആ ഈസാ നബിയാകും ഖലീഫത്തുൽ നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു ഖലീഫയെ പോലെയാകും. ഫയക്കൂനു അപ്പോൾ ആ ഈസാ നബിയാകും ഖലീഫത്തുൽ നബീന സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിക്കുള്ള ഒരു ഖലീഫയെ പോലെയാകും. അപ്പോൾ ഖലീഫ എന്ന ഒരു പ്രതിനിധി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരാണ് 4 ഖുലഫാഉർ റാഷിദീൻ. അപ്പൊ അവരുടെ പോലെ ഒരു ഖലീഫയായിട്ട് നബി തങ്ങളുടെ ഖലീഫയായിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ ഭരണം നടത്തും. അതല്ലാതെ ഈസാ നബിയുടെ ശരീഅത്തല്ല കൊണ്ടുവരിക. നായിബൻ അൻഹു നബിയെ തൊട്ടുള്ള ഒരു പകരക്കാരനായിട്ടും ഫി ഇജ്റാഇ ശരീഅത്തിഹി ഫി ഹാദിഹിൽ ഉമ്മത്തി നായിബൻ അൻഹു നബിയെ തൊട്ടുള്ള പകരക്കാരൻ ഫി ഇജ്റാഇ ശരീഅത്തി നബിയുടെ ശരീഅത്തിനെ നടപ്പിലാക്കുന്നതിൽ ഫി ഹാദിഹിൽ ഉമ്മത്തി ഈ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ. വദാലിക അത് മിമ്മ യുഅക്കിദു കൗന നബീന ഖാതിമുൽ അംബിയാഇ അത് മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. യുഅക്കിദു അത് ഉറപ്പിക്കുന്നു അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്നു കൗന നബീന നമ്മുടെ പ്രവാചകൻ ആവുന്നതിനെ, എന്താവുന്നതിനെ? ഖാതിമുൽ അംബിയ ഈ പ്രവാചകന്മാരിലെ അവസാനത്തെ പ്രവാചകനാവുന്നതിനെ ശക്തിപ്പെടുത്തുന്നതുമാണ്. അപ്പോ ഈസാ നബി അലൈഹി സ്വലാം നബിയുടെ നായിബാണ്, നബിയുടെ ഖലീഫയാണ് എന്നുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയാണ്, അവസാനത്തെ പ്രവാചകനാണ് എന്നതിനെ ശക്തിപ്പെടുത്തുന്നതുമാണ്. വദാലിക അത് തന്നെ ഈ പറഞ്ഞതെല്ലാം മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. യുഅക്കിദു അത് ശക്തിപ്പെടുത്തുന്നു, ഉറപ്പിക്കുന്നു. എന്തിനെ? കൗന നബീന നമ്മുടെ പ്രവാചകനാവലിനെ, എന്താവലിനെ? ഖാതിമുൽ അംബിയ ഈ പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ ആവലിനെ ശക്തിപ്പെടുത്തുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇവിടെ ഫുട്നോട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങളാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ആരാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അലി റളിയല്ലാഹു പറയുകയുണ്ടായി, അൻത മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ ഇല്ലാ അന്നഹു ലാ നബിയ ബഅദി. മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകനില്ല എന്ന വിഷയത്തെക്കുറിച്ച് ഈസാ നബി അലി റളിയല്ലാഹുവിനോട് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസിലുണ്ട്. അലി തങ്ങളോട് നബി തങ്ങൾ പറയാണ്, എന്ത് അലിയെ, നിങ്ങൾ എനിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഒരു സഹോദരനായിട്ട് ഹാറൂൻ നബി കൂടെ ഉണ്ടായിരുന്ന പോലെയാണ് അലിയാരെ നിങ്ങൾ എനിക്ക്. ഇല്ല അന്നഹു എങ്കിലും, പക്ഷേ ലാ നബിയ ബഅദി എനിക്ക് ശേഷം ആരില്ല, പ്രവാചകരില്ല. മൂസാ നബിക്ക് ശേഷം ഹാറൂൻ നബി അലൈഹി ഇസ്ലാം പ്രവാചകനായിരുന്നു, പക്ഷേ നിങ്ങൾ എന്തല്ല എൻ്റെ ശേഷമുള്ള പ്രവാചകരല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഈസാ നബി അലൈഹി ഇസ്ലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാം എന്താവുകയില്ല, പ്രവാചകനല്ല ആവുക. നബിയുടെ ശരീഅത്ത് അനുസരിച്ച് വിധിക്കുന്ന ഒരു ഹാക്കിമായിരിക്കും, ഒരു ഭരണാധികാരിയായിരിക്കും എന്നാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വിശ്വാസപ്രകാരം ഈസാ നബി അലൈഹി ഇസ്ലാം എന്നത് മറിയമിന്റെ പുത്രനായ ഈസാ നബി അലൈഹി ഇസ്ലാമാണ്. ബനു ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകനാണ്. മഹാനവറുകളുടെ ഉമ്മ മറിയം ബിൻത് ഇമ്രാനാണ്. മഹാനവറുകൾക്കാരില്ല, ഉപ്പയില്ല. അള്ളാഹുവിന്റെ ഒരു അപാരമായ മുഅ്ജിസത്ത് എന്ന രൂപത്തിലാണ് ഉപ്പയില്ലാതെ മാതാവിലൂടെ മാത്രം ജനിച്ച ഒരു പുത്രനാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം
എല്ലാവരെയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിച്ചു. ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ടായിരുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുക, അതുപോലെ മിണ്ടാൻ കഴിയാത്ത ആളുകളെ, അത് കണ്ണ് കാണാൻ കഴിയാത്ത ആളുകളെ കാഴ്ച കൊടുക്കുക, അതുപോലെ വെള്ളപ്പാണ്ടുള്ളവർക്ക് സുഖപ്പെടുത്തി കൊടുക്കുക, അങ്ങനെയുള്ള മുഅ്ജിസത്തുകളൊക്കെ മഹാനവറുകൾ കാണിച്ചിരുന്നു. ഈ ഒരു സമയത്ത് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ജൂതന്മാരിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നു. ദഅവത്ത് നടത്തിയപ്പോൾ ഒരുപാട് അവരെ ഈസാ നബിനെ പരിഹസിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി അവർ പ്ലാൻ ഇട്ടു. നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ പറയല് ഈസാ നബി യേശുവിനെ കുരിശിലേറ്റി എന്നാണ് പറയല് അല്ലെ. കുരിശ് 4 ക്രോസ് ചിഹ്നമൊക്കെ ഉണ്ടല്ലോ, അത് കുരിശിലേറ്റിയതിന്റെ ചിഹ്നമാണ്. പക്ഷെ അതങ്ങനെയല്ല സംഭവം. മറിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ കൊല്ലാൻ പ്ലാൻ ഇട്ടപ്പോൾ അവരിൽപ്പെട്ട ഒരു പുരുഷനെയാണ് അവർ ശരിക്കും എന്ത് ചെയ്തിട്ട് കൊന്നിട്ടുള്ളത്. യഹൂദ അൽ അസ്ഖരിയൂത്തി എന്ന് പറയുന്ന ഒരു യൂദാസ് എന്ന് പറയും, യൂദാസിനെയാണ് അവർ കൊന്നത് എന്നുള്ളതാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ അവർ ഉദ്ദേശിച്ചപ്പോൾ ഈസാ നബിന്റെ രൂപത്തിൽ ഷബഹ്, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിൽ ഈ യഹൂദ എന്ന് പറയുന്ന ആളെ അള്ളാഹു വെക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഉടനെ തന്നെ ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഈസാ നബി അലൈഹി ഇസ്ലാം അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, കുരിശിലേറ്റപ്പെട്ടിട്ടില്ല. മറിച്ച് യഹൂദ എന്ന് പറയുന്ന ആളാണ് അന്ന് അവിടെ കുരിശിലേറ്റപ്പെട്ടത്. പക്ഷേ ക്രിസ്ത്യാനികൾ ഇപ്പോഴും വിശ്വസിക്കുക, ലോകത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, എല്ലാ ആളുകൾക്കും വേണ്ടി, പാപങ്ങൾ കളയാൻ വേണ്ടി യേശു കുരിശിലേറി നമ്മുടെ പാപങ്ങളൊക്കെ അതുകൊണ്ട് കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും പാപങ്ങൾ ചെയ്താൽ അതിന് ശിക്ഷ ഉണ്ടാവുകയില്ല, അതൊക്കെ യേശു ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ആര് പറയുന്നത്, ക്രിസ്ത്യാനികളുടെ വിശ്വാസം. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞത്. ബികുഫ്രിഹിം വഖൗലിഹിം അലാ മർയം ബുഹ്താനൻ അളീമ വഖൗലിഹിം ഇന്നാ ഖതലൽ മസീഹ ഈസ ഇബ്ന മർയം റസൂലുള്ളാഹി വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹു മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ലാ ഇത്തബഅ ദന്നി വമാ ഖതലുഹു യഖീനാ മൻ റഫഅഹു അല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമ. ഈസാ നബി അലൈഹി ഇസ്ലാം മറിയമിനെ കുറിച്ചും അവരുടെ കള്ളവാക്കുകൾ, അവരുടെ മോശമായ അല്ലെങ്കിൽ കളവായ വാക്കുകൾ, ഈസാ നബി അവർ കൊന്നു എന്നും അവർ വാക്ക് പറയുന്നു. അവർ കൊന്നിട്ടില്ല, അവർ കുരിശിലേറ്റിയിട്ടില്ല, മറിച്ച് അവർക്ക് സംശയം ഉണ്ടാവുകയാണ് ചെയ്തത്. അവർ സംശയിക്കുന്നതിൽ അവർ ഇഖ്തിലാഫുള്ളതാണ്. അവർ വിചാരങ്ങളെ പിന്തുടരുക മാത്രമാണ് അവർക്കുള്ളത്. അള്ളാഹു ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹു അസീസും ഹക്കീമുമായിരുന്നു. വകാന അല്ലാഹു അസീസൻ ഹക്കീമ. അപ്പൊ ഇങ്ങനെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം അവസാനത്തെ പ്രവാചകനല്ല. ഈസാ നബി അലൈഹി ഇസ്ലാം എന്താകുന്നു, നബിയുടെ ഒരു ഹാക്കിമായിരിക്കും, അല്ലെങ്കിൽ നായിബായിരിക്കും, ഖലീഫയായിരിക്കും ആവുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ പറയാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 7 മണി മുതൽ 8 മണി വരെ ഇതിന്റെ പരീക്ഷ ഉണ്ടാവും. പരീക്ഷ ഉള്ളത് ഇന്നിപ്പോ എടുത്ത ലാസ്റ്റത്തെ 57ാമത്തെ ഈ ചോദ്യം, 57ാമത്തെ ചോദ്യം വരെ, ഇവിടുന്ന് 48ാമത്തെ ചോദ്യം മുതൽ 48ാമത്തെ ചോദ്യം, മൽഫർഖ് ബൈനൽ മുഅ്ജിസത്തി വൽ കറാമത്തി എന്നത് മുതൽ, അവിടെ നിന്ന് ഏത് ചോദ്യത്തിൽ നിന്നും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഗൂഗിൾ ഫോം വഴി, ഗൂഗിൾ ലിങ്ക്, ക്ലാസ് റൂം വഴി ആയിരിക്കും ഉണ്ടാവുക. അപ്പം എല്ലാവരും അതിനു വേണ്ടി റെഡി ആവുക, പഠിക്കുക, തയ്യാറാവുക. അറബിയിൽ ചെറുങ്ങനെ രൂപത്തിൽ ടൈപ്പ് ചെയ്യാനായിരിക്കും, ബാക്കിയുള്ളതൊക്കെ ടിക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അർത്ഥം വെച്ച് പഠിച്ചു വരണം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രൂപത്തിലായിരിക്കും പരീക്ഷ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ച് ഒരുങ്ങി വരട്ടോ. നെറ്റും കാര്യങ്ങളൊക്കെ, സൗകര്യങ്ങളൊക്കെ റെഡിയാക്കുക. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.